ശ്രീ ജാഫർ കുട്ടി ഇതിന്റെ കൺവീനർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജാഫർ കുട്ടി, നേരത്തെ തഷീർ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാപകമായ രീതിയിലുള്ള പരാതികളാണിപ്പോൾ പോലീസിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുമ്പോഴും ഈ തട്ടിപ്പ് നടത്തിയവർ ഇപ്പോഴും വെളിയിൽ തന്നെയാണ്. അവരെ ഒന്ന് തൊടാൻ പോലും സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനം? ഈ തട്ടിപ്പ് കേരളത്തിൽ നടാടെയല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനു മുമ്പ് ധാരാളം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആടുമാഞ്ചിയത്തിൽ തുടങ്ങി ടോട്ടൽ ഫോർ യു തുടങ്ങി ഇങ്ങോട്ട് പകുതി വില നിരവധി സംരംഭങ്ങൾ ഉണ്ടായിട്ട് തട്ടിപ്പ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അൽമുക്തദീറിൽ നടന്നത് ഒരു ബൃഹത്തായ ഗൂഢാലോചന കൂടെയാണ്. ഈ മുതലാളിയുടെ കൂടെ റിക്രൂട്ട് ചെയ്യപ്പെട്ട കുറച്ച് മാനേജർമാരും മറ്റു ഈ ജീവനക്കാരും ഒക്കെ കൂടെ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് മതത്തെ ദുരുപയോഗം ചെയ്ത് പുരോഹിതന്മാരെ പാട്ടിലാക്കി ഒക്കെയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതുപോലെ വളരെ പ്രതീക്ഷ കൊടുത്തുകൊണ്ടുള്ള, അതായത് സ്വർണം വാങ്ങാൻ, കല്യാണാവശ്യത്തിന് സ്വർണം വാങ്ങാൻ ചെന്നവരെ പോലും കല്യാണത്തിന് 1-2 മാസമുണ്ടെങ്കിൽ അത്രയും ദിവസം ഈ പൈസ അവിടെ വെച്ചേക്കാനും അതിനവർക്ക് ലാഭം കൊടുക്കാമെന്നും കൂടുതൽ സ്വർണം അന്ന് കൊടുക്കാമെന്നും ഒക്കെ പറഞ്ഞ് തട്ടിക്കുകയാണുണ്ടായിട്ടുള്ളത്. ഇതില് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു ഡെക്കേഡായിട്ട് ഒരു പതിറ്റാണ്ട് കൊണ്ട് സമൂഹത്തിലാകെ സംരംഭങ്ങൾ നടത്തണം എന്നുള്ളൊരു താല്പര്യം വന്നിട്ടുണ്ട്. അത് സംരംഭകർക്ക് മാത്രമല്ല, സാധാരണ ജനങ്ങൾക്ക് പോലും. പക്ഷേ ശ്രീ ജാഫർ കുട്ടി, താങ്കൾ പറഞ്ഞത് സത്യമാണ്. കാരണം ഒരുപാട് ഇത്തരത്തിലുള്ള വഞ്ചനകൾ, തട്ടിപ്പ് കേരളം കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും സാധാരണക്കാരായ ജനങ്ങളടക്കം ഇതിലേക്ക് വീണുപോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ ജ്വല്ലറിയുടെ സാമ്പത്തിക തട്ടിപ്പ്. ഇവിടെ മതം പറഞ്ഞും മതനേതാക്കളെ മുൻനിർത്തിയും ഈ തട്ടിപ്പ് നടത്തുമ്പോൾ സാധാരണക്കാരായ ആൾക്കാരത് വിശ്വസിച്ചു പോവുക സ്വാഭാവികമാണ്. എന്ത് നടപടിയാണ് നിങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കുന്നത്? ഒരു നീതി ഉറപ്പായി ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പൊതു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സംരംഭങ്ങൾ നടത്തണമെന്നും നിക്ഷേപങ്ങൾ നടത്തണമെന്നും തന്റെ സ്വത്ത് വർദ്ധിപ്പിക്കണമെന്നും ഡെഡ് മണി പോലെയുള്ള സ്വർണമൊക്കെ ഉക്കുമെങ്കിൽ മാർക്കറ്റിൽ ഇറക്കി അത് ലാഭമുണ്ടാക്കണമെന്നും പൊതുധാരണ, ഒരു ബോധം മലയാളം കൂടുതലായി വന്നു, നേരത്തെ ഉള്ളത് തന്നെ. അപ്പോൾ ഇതിന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്നും അതല്ലാതെ തന്നെ ഈ കുറ്റങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് മലയാളികൾ ഇങ്ങനെ ഇത്തരം ട്രാപ്പിലേക്ക് വീഴ്ന്നു പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് മറ്റൊരു അന്വേഷണം നടത്തണമെന്നും ഈ കുറ്റവാളികളെ എല്ലാം അറസ്റ്റ് ചെയ്യണമെന്നും ഈ തട്ടിക്കപ്പെട്ട പണം അവർക്ക് തിരിച്ചു നൽകണമെന്നും അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ ഒരാൾ റഷീദ് സൂചിപ്പിച്ചതുപോലെ ഇതിനെ തടുക്കാനൊരു നിയമനിർമ്മാണം വേണം എന്നുമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. യെസ്, വളരെയധികം നന്ദി ശ്രീ ജാഫർ കുട്ടി ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചതിന്.